أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. النبي أولى بالمؤمنين من أنفسهم وأزواجه أمهاتهم وأولو الأرحام بعضهم أولى ببعض في كتاب الله من المؤمنين والمهاجرين إلا أن تفعلوا إلى أوليائكم معروفا كان ذلك في الكتاب مسطورا. صدق الله العظيم. ബഹുമാനിയായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ടും ജീവിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പടച്ചവന് ഇഷ്ടപ്പെട്ടത് മാത്രം ചെയ്ത് ജീവിക്കുന്ന നല്ല ദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. മരിക്കുന്ന സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വാക്യം ബോധപൂർവം ഉച്ചരിച്ച് അവനിലേക്ക് മടങ്ങിച്ചെല്ലുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, കഴിഞ്ഞ ഖുതുബയിൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലേണ്ടതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചാണ് വിശദീകരിച്ചിരുന്നത്. ആ വിഷയത്തിൽ പലപ്പോഴും നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾ, നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട ആളുകൾ, നമ്മുടെ മഹല്ലുമായി ബന്ധപ്പെട്ട ആളുകൾ അങ്ങേയറ്റം പിശുക്ക് കാണിക്കുന്നത് കാണാൻ സാധിക്കും. അത് വേണ്ടതില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ അള്ളാഹു സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, മാലാഖമാർ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വിശ്വാസികളെ, നിങ്ങളും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെടുകയാണ്. ആ സ്വലാത്ത് ചൊല്ലേണ്ടതിൻ്റെ സന്ദർഭങ്ങൾ കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ചു. രാവിലെ 10 പ്രാവശ്യം, വൈകുന്നേരം 10 പ്രാവശ്യം, പള്ളിയിലേക്ക് പോകുമ്പോൾ, കയറുമ്പോൾ, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ, പ്രാർത്ഥനയുടെ തുടക്കത്തിൽ, പ്രാർത്ഥനയുടെ മധ്യത്തിൽ, പ്രാർത്ഥനയുടെ അവസാനത്തിൽ, വെള്ളിയാഴ്ച ദിവസം, വ്യാഴാഴ്ച രാത്രി, ഇങ്ങനെ പ്രത്യേകം ചില സന്ദർഭങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സ്വലാത്ത് ചൊല്ലേണ്ടതിൻ്റെ രൂപവും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് ചൊല്ലാം, സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും ചൊല്ലാം. നമ്മുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ മദ്രസകളിലൊക്കെ അത്തരമൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. മദ്രസ വിടുമ്പോൾ കുട്ടികളൊക്കെ സ്വലാത്ത് ചൊല്ലിയിട്ടാണ് മദ്രസ വിട്ടു പോവുക. ഇപ്പം മദ്രസയിലൊക്കെ പരിഷ്കാരത്തിൻ്റെ ഭാഗമായി ഒരു പ്രത്യേക തരം പാട്ടൊക്കെ പാടിയിട്ടാണ് ഇപ്പോൾ മദ്രസ വിട്ട് പിരിയുക. അതിലൊക്കെ ഒരു മാറ്റം വരുത്തേണ്ടതുണ്ട്. കുട്ടികൾക്ക് സ്വലാത്ത് ചൊല്ലുന്ന ഒരു സംസ്കാരം മുസ്ലിം ഭവനങ്ങളിൽ ഉണ്ടാവണം. രക്ഷിതാക്കൾ അത് ഉണ്ടാക്കിയെടുക്കണം. എല്ലാവരോടും അത് ആവശ്യപ്പെടണം. നാം സ്വയം സ്വലാത്ത് വർദ്ധിപ്പിക്കുക, സ്വലാത്ത് ചെല്ലുക, ഒപ്പം തന്നെ മറ്റുള്ളവരെ അത് ബോധവൽക്കരിക്കുകയും ചെയ്യുക. ഇതൊക്കെയാണ് കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ചത്. ആ വിഷയത്തിൽ പ്രാക്ടിക്കലായി നമുക്ക് അല്പവും കൂടി ഉയരുവാൻ കഴിയണം. അള്ളാഹു നമ്മെ അവൻ്റെ റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇസ്ലാമിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 2 ആഘോഷങ്ങളേ ഉള്ളൂ ഇസ്ലാമിൽ. ഒന്ന് ഈദുൽ ഫിത്തറാണ്, രണ്ടാമത്തേത് ഈദുൽ അദ്ഹയുമാണ്. ഈദുൽ ഫിത്തർ ശവ്വാൽ, റമദാൻ കഴിഞ്ഞതിന് ശേഷം ഉടനെ ശവ്വാൽ മാസത്തിൽ നടത്തുന്ന, മുസ്ലിം സമുദായം നടത്തുന്ന ആഘോഷമാണ് ഈദുൽ ഫിത്തർ. ഈദുൽ അദ്ഹ ബലികർമ്മങ്ങൾക്ക് ശേഷം
മുസ്ലിം സമൂഹം നടത്തുന്ന ബലിപെരുന്നാൾ ആഘോഷമാണ് ഈദുൽ അദ്ഹ. മൂന്നാമതൊരു ആഘോഷം വിശാലമായ ഒരു പദപ്രയോഗത്തിൽ അല്ലെങ്കിലും വെള്ളിയാഴ്ച ദിവസം ഈദുൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ ഈദാണ് വെള്ളിയാഴ്ച ദിവസം എന്ന രീതിയിലുള്ള പരാമർശങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷെ അതിനപ്പുറം മുസ്ലിം സമൂഹത്തിന് വേറെ ഒരു പ്രത്യേക ആഘോഷങ്ങൾ ഇല്ല. പക്ഷെ ദൗർഭാഗ്യവശാൽ മുസ്ലിം സമുദായത്തിൽ വർഷങ്ങളായി കാലങ്ങളായി തുടർന്നു പോരുന്ന ഒരു ആഘോഷമാണ് റബീഉൽ അവ്വൽ മാസത്തിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആഘോഷം എന്ന് കാണാൻ കഴിയും. പക്ഷെ ഇതൊരു ആഘോഷം എന്നതിൽ കവിഞ്ഞ് ഇത് ഓരോ വർഷം കഴിയും തോറും അത് വിപുലമായ രീതിയിൽ പൈസ, ക്യാഷ് നന്നായി ദൂർത്ത് കാണിച്ചുകൊണ്ട് ഓരോ പ്രാദേശിക തലത്തിലും ലക്ഷങ്ങൾ പൊടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈദ്, മീലാദുൻ നബി, പ്രവാചകന്റെ പേരിലുള്ള ജന്മദിനാഘോഷങ്ങളൊക്കെ നടത്തുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് പെരുന്നാളുകളിൽ ഈദുൽ ഫിത്തറിലും ഈദുൽ അദ്ഹയിലും ദഫ് മുട്ടുവാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുണ്ട്, പാട്ട് പാടാൻ അനുവദിച്ചിട്ടുണ്ട്, കളിയും ചിരിയും ഒക്കെ അനുവദിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ രണ്ട് പെരുന്നാളുകൾക്ക്. കാരണം ഇന്ന യൗമൽ ഈദി ഹുവ യൗമു ഫറഹിൻ വസുറൂർ, പെരുന്നാൾ ദിവസം എന്ന് പറയുന്നത് അത് സന്തോഷത്തിന്റെയും, ചില ആൾക്കാർ ഇപ്പൊ തന്നെ ഉറക്കം തുടങ്ങിയിട്ടുണ്ട്, ചാരി ഇരുന്നിട്ടും തൂണ് ചാരി ഇരുന്നിട്ടൊക്കെ ഉറക്കം തുടങ്ങുന്നുണ്ട്. ഒക്കെ അവസാനിപ്പിക്കണം. പള്ളിയിൽ വന്നാൽ ഉറങ്ങാൻ വേണ്ടി നിയത്താക്കിയിട്ട് ആരും വരണ്ട, എന്തെങ്കിലുമൊക്കെ നസീഹത്ത് കേൾക്കണം, ഉപദേശം കേൾക്കണം എന്ന അടിസ്ഥാനത്തിലാണ് പള്ളിയിൽ വരേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുന്നാൾ ദിവസത്തെ സന്തോഷത്തിന്റെ ദിവസമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ശഈറത്തും മിൻ ശആഇരി ഹാദദ്ദീൻ, പെരുന്നാൾ ദിവസങ്ങളിലെ സന്തോഷ പ്രകടനങ്ങൾ അത് ദീനിന്റെ ചിഹ്നങ്ങളിൽ പെട്ടതാണ് എന്നും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇയാൽ അൽ അശ്അരി എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഇറാഖിലെ അംബാർ എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ ആളുകളൊക്കെ വരണ്ട പെരുന്നാളാണ് ആഘോഷിക്കുന്നത്. ബലി പെരുന്നാളും ചെറിയ പെരുന്നാളൊക്കെ വരണ്ട രീതിയിലാണ് ആഘോഷിക്കുന്നത്. ഇത് കണ്ട അദ്ദേഹം അവരോട് ചോദിച്ചു, മാലി അറാക്കും ലാ തുഖല്ലിസു, അല്ല നിങ്ങൾ എന്താ ഈ പെരുന്നാൾ ദിവസമായിട്ട് ഒരു പ്രത്യേക പാട്ടും ഒരു ചെറിയ തോതിലുള്ള ബഹളങ്ങളും ഒരു ശബ്ദം ഇതൊന്നും കാണുന്നില്ലല്ലോ, ആകെ വരണ്ടു പോയിരിക്കുകയാണല്ലോ. മരിച്ച ആളുടെ മയ്യത്ത് നിസ്കാരം നിസ്കരിച്ചു പോയതുപോലെയാണല്ലോ നിങ്ങൾ പോരുന്നത് പെരുന്നാൾ ദിനത്തിൽ. ഈ ശൈലിയിലുള്ള ഒരു സംസാരം അദ്ദേഹം നടത്തിയപ്പോൾ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫഖദ് കാനു ഫി സമാനി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഫ്അലുനഹു, എന്താ നിങ്ങൾ ഇങ്ങനെ ആഘോഷിക്കുന്നത് പെരുന്നാൾ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുന്നാൾ ദിവസത്തിൽ ഇങ്ങനെ പാട്ടും ദഫുമുട്ടലും ഇതൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നല്ലോ. വഫി റിവായത്തിൻ ഉഖറ, മറ്റൊരു റിപ്പോർട്ടിൽ കാണുവാൻ സാധിക്കും, ഫഇന്നഹു മിനസ് സുന്നത്തി ഫിൽ ഈദൈനി, ഇത്തരം പാട്ടും ഇത്തരം ആഘോഷങ്ങളും ഒക്കെ അത് രണ്ട് പെരുന്നാളുകളിലും പ്രവാചകന്റെ നടപടിക്രമത്തിൽ സുന്നത്തിൽ പെട്ടതാണ് എന്ന് അദ്ദേഹം ഇറാഖിലെ അംബാറിലെ ആ ജനങ്ങളോട് പറഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യണം, അവർ പറയുകയാണ്, ഇന്ന അബൂബക്കർ ദഖല അലൈഹ, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, എന്റെ അടുത്ത് എന്റെ വാപ്പ വന്നു, അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നു. വൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദഹ ഫീ യൗമി ഫിത്ർ ഔ അദ്ഹ, ചെറിയ പെരുന്നാൾ ദിവസമാണ് വലിയ പെരുന്നാൾ ദിവസമാണ് എന്നൊരു പ്രശ്നമുണ്ട്, ഏതോ ഒരു പെരുന്നാളാണ്. വഇൻദഹ ജാരിയതാനി തുഗന്നിയാനി ബിമാ തഖാവലത് ബിഹിൽ അൻസാർ, ആ സമയത്ത് രണ്ട് ചെറിയ പെൺകുട്ടികൾ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് നിന്നുകൊണ്ട് തുഗന്നിയാനി പാട്ട് പാടാൻ തുടങ്ങി. ഇത് കണ്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അമിസ്മാറു ശയാത്തീൻ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാ കുട്ടികളെ നിങ്ങൾ ആരുടെ മുമ്പിലാണ് ഇത് ചെയ്യുന്നത്? ഈ പിശാചിന്റെ കുഴലൂത്ത് ഒരു പാട്ട് ഇതൊക്കെ നിങ്ങൾ അള്ളാന്റെ റസൂലിന്റെ മുമ്പിലാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു,
ദഅഹുമാ യാ അബൂബക്കർ. എന്താണ് അബൂബക്കറെ, എന്തിനാണ് ഈ കുട്ടികൾ ഇങ്ങനെ ചീത്ത പറയുന്നത്, ശകാരിക്കുന്നത് എന്തിനാ? കുട്ടികളല്ലേ, അവരെ വിട്ടേക്കൂ, അവർ പാടട്ടെ. ഫഇന്ന ലികുല്ലി ഖൗമിൻ ഈദ. എല്ലാ സമൂഹത്തിനും ആഘോഷമുണ്ട്. വഇന്ന ഈദനാ ഹാദൽ യൗം. നമ്മുടെ ഇന്നത്തെ ദിവസം ആഘോഷമാണ്, ഈ ബലിപെരുന്നാൾ ദിവസം അല്ലെങ്കിൽ ചെറിയ പെരുന്നാൾ ദിവസം. അതുകൊണ്ട് കുട്ടികൾ പാടട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇതേപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു മറ്റൊരു സന്ദർഭത്തിൽ ഇതേപോലെ റസൂലുള്ളാഹിന്റെ മുമ്പിൽ വെച്ച് പാട്ട് പാടുന്ന കുട്ടികളെ കണ്ടപ്പോൾ മൂപ്പർക്ക് ദേഷ്യം വന്നു. മൂപ്പര് അവരങ്ങനെ അത് ഇതൊക്കെ പറയുന്ന ശകാരിച്ച് ആട്ടിവിടാൻ തുടങ്ങി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമറിനോടും പറഞ്ഞു, ദഅഹും യാ ഉമർ. ഉമർ, അവരെ വിട്ടേക്കൂ, അവർ പാടട്ടെ, കളിക്കട്ടെ, ചിരിക്കട്ടെ, സന്തോഷിക്കട്ടെ. ഹത്ത തഅലമൽ യഹൂദ്. യഹൂദികൾ അറിയട്ടെ. എന്താണ് യഹൂദികൾ അറിയേണ്ടത്? അന്ന ഫീ ദീനിനാ ഫുസ്ഹ വഅന്നി ബുഇസ്തു ബിഹനീഫിയത്തിൻ സംഹ. നമ്മുടെ ദീനിൽ ചില വിശാലതയുണ്ട് എന്ന് അവരറിയട്ടെ. ഇസ്ലാമിക ശരീഅത്ത്, ഇസ്ലാമിൽ അല്പം വിശാലതയുണ്ട്, ഇസ്ലാം അല്പം ഫ്ലെക്സിബിൾ ആണ്. ഇത് യഹൂദികൾ അറിയട്ടെ. ഞാൻ നിയോഗിക്കപ്പെട്ടത് തന്നെ ബിഹനീഫിയത്തിൻ സംഹ. ഞാൻ നിയോഗിക്കപ്പെട്ടത് തന്നെ ഇസ്ലാമിക ശരീഅത്ത് വിശാലമായ, എളുപ്പം നൽകുന്ന, പ്രയാസപ്പെടുത്താത്ത ദീനുമായിട്ടാണ് ഞാൻ നിയോഗിക്കപ്പെട്ടത് എന്ന് യഹൂദികൾ അറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ റളിയല്ലാഹു അൻഹുവിനെ തന്റെ ആ ശ്രമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇവിടെ ഞാൻ സൂചിപ്പിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ പെരുന്നാളുകൾ, രണ്ട് പെരുന്നാളുകൾ, ഈദുൽ ഫിത്ർ ആവട്ടെ, ഈദുൽ അദ്ഹയാവട്ടെ, ഈ രണ്ട് പെരുന്നാളുകളിലും പാട്ടുപാടിയിരുന്നു, കുട്ടികൾ സന്തോഷ പ്രകടനങ്ങൾ നടത്തിയിരുന്നു, ദഫ് മുട്ടി കളിച്ചിരുന്നു, കുട്ടികളുടെ പല പരിപാടികളും നടന്നിരുന്നു. പക്ഷേ നമ്മുടെ ഇന്നത്തെ അവസ്ഥ എന്താ? നമ്മുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? എല്ലാ മുസ്ലിം സമുദായം, കേരളത്തിലെ നല്ലൊരു 99% മുസ്ലിങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ രണ്ട് പെരുന്നാളുകളിലൂടെ ഈ ഒരു കലാ സാംസ്കാരിക സംവിധാനത്തെ മുസ്ലിങ്ങൾ എന്താ ചെയ്തത്? ഒരു കൂട്ടൊരു പെരുന്നാള്, വലിയ പെരുന്നാളാണെങ്കിൽ മൂരിനി പോത്തിനെ അറുത്തിട്ട് നല്ലോണം തിന്നങ്ങ് നടക്കും, കൂർക്കം ഭരിച്ച് അങ്ങോട്ട് ഉറങ്ങും. ചെറിയ പെരുന്നാളിന് നോമ്പ് നോറ്റ ക്ഷീണം കൊണ്ട് അങ്ങനെയായിട്ട് പോകും. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് പെരുന്നാളുകൾക്കും പാട്ടുപാടണം, അല്പം കലാ പരിപാടികളൊക്കെ നടത്തണം എന്നാണ് അള്ളാന്റെ റസൂൽ പറയുന്നത്. അതിനെ വികസിപ്പിക്കുകയും അതിന്റെ വികാസം എത്ര വേണം ഇതൊക്കെ നമുക്ക് തീരുമാനിക്കാവുന്ന സംഗതിയാണ്. പക്ഷേ ഈ രണ്ട് പെരുന്നാളുകളിലും ഈ സംവിധാനത്തെ മാറ്റിയിട്ട് കേരളത്തിലെ പ്രത്യേകമായ ഒരു വിഭാഗം ആളുകൾ ഈ കലാ സാംസ്കാരിക പരിപാടികളൊക്കെ എവിടെ കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്തു? അവർ ഉണ്ടാക്കിയ മൂന്നാമത്തെ ഒരു ആഘോഷത്തിൽ കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്തു. അതേതാണ് ആ മൂന്നാമത്തെ ആഘോഷം? ഈദ് മീലാദുൻ നബിയാണ്. ഈദ് മീലാദുൻ പ്രവാചകൻ റബീഉൽ അവ്വലിൽ കൊണ്ടുപോയിട്ട് അത് ഫിറ്റ് ചെയ്തു. ആ രീതിയിലേക്ക് മാറ്റി, റബീഉൽ അവ്വലിന് പ്രാധാന്യം കൊടുത്തു. അതാണ് ഇസ്ലാമിലെ ഏറ്റവും വലിയ ആഘോഷം എന്ന് പരസ്യമായിട്ട് പറയുന്ന അവസ്ഥയിലേക്ക് വന്നു. റബീഉൽ അവ്വലിന് പുതിയ വസ്ത്രം തയ്ക്കുക, പുതിയ വസ്ത്രം വാങ്ങുക, പുതിയ ചെരുപ്പ് വാങ്ങുക. റബീഉൽ അവ്വലിന് ആളുകൾ, ഗൾഫിലുള്ളവരൊക്കെ റബീഉൽ അവ്വൽ മാസം കണക്കാക്കിയിട്ട് നാട്ടിലേക്ക് വരിക. പള്ളികളിൽ ലൈറ്റ് സംവിധാനങ്ങൾ, ഭയങ്കരമായ അലങ്കാരങ്ങൾ, ഇതൊക്കെ എപ്പോഴാണ് നടക്കുന്നത്? റബീഉൽ അവ്വൽ മാസത്തിലാണ് നടക്കുന്നത്. എന്നാ അള്ളാന്റെ റസൂൽ പറഞ്ഞതോ, രണ്ട് പെരുന്നാളിൽ പാട്ടുപാടിക്കോളിയും, ദഫ് മുട്ടിക്കോളിയും, കലാപരിപാടികളൊക്കെ നടത്തിക്കോളിയും. അവിടെ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഈ ഒരു രണ്ടാമത്തെ മൂന്നാമത് നാം ഉണ്ടാക്കിയ, കൃത്രിമമായി ഉണ്ടാക്കിയ ഒരു ആഘോഷത്തിലേക്ക് അതിനെ കൊണ്ടുവന്നു ഫിറ്റ് ചെയ്തു. ഈ പുതിയ രീതി എവിടെ നിന്ന് വന്നത് ചോദിച്ചാൽ പണ്ഡിതന്മാരുടെ കള്ള ഫത്വകളിൽ നിന്നാണ് ഇതൊക്കെ വന്നത്. പൗരോഹിത്യത്തിന്റെ കള്ള ഫത്വകൾ, അതിൽ നിന്നാണ് ഇതെല്ലാം വന്നത്. 1980കളിൽ ഇറങ്ങിയ പ്രസിദ്ധീകരണങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കും. ആ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ നാം ഒക്കെ ഞെട്ടുന്ന ഫത്വകളാണ് ഈ സമുദായത്തിലെ ചില ഉലമാക്കൾ തങ്ങളുടെ അണികൾക്ക് നൽകിയിരിക്കുന്നത്. എന്തൊക്കെയാണത്? ഒന്ന്, നബിദിനം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് ആഘോഷമാണ്. അത് ചിലപ്പോ സഹിക്കാനൊക്കെ ചിലപ്പോ പറ്റും, പോട്ടെ.
പക്ഷെ ശേഷം പറഞ്ഞൊരു വാചകമുണ്ട്, പെരുന്നാളുകളെക്കാൾ വലിയ ആഘോഷം. ഇത് പ്രശ്നമാണ്. ഈദുൽ ഫിത്തറിനേക്കാളും ഈദുൽ അദ്ഹയേക്കാളും വലിയ ആഘോഷം 1987 നവംബർ മാസത്തിൽ ഇറങ്ങിയ റിസാല എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിൽ വന്ന വാചകമാണിത്. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തെക്കാൾ ആനന്ദദായകമായ മറ്റൊരാഘോഷവുമില്ല. അപ്പൊ അതിനർത്ഥം എന്താ? ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹയും ഒന്നുമല്ല. ഏതാണ് പ്രധാനം? റബീഉൽ അവ്വൽ 12 ആഘോഷമാണ് പ്രധാനം. മറ്റൊന്ന്, കഴിഞ്ഞു പോയ ഇത് സിറാജ് പത്രത്തിൽ വന്നതാണ്. 1994 ആഗസ്റ്റ് 20 സിറാജ് പത്രത്തിൽ വന്ന ഒരു കുറിപ്പാണിത്. മറ്റൊരു വാചകം, കഴിഞ്ഞു പോയ രാത്രികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമേറിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച രാത്രിയാകുന്നു. അതൊക്കെ ശ്രേഷ്ഠത നമുക്ക് പറയാം. പക്ഷേ ശേഷം ഒരു വാചകം പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? ലൈലത്തുൽ ഖദ്റിനേക്കാൾ മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച രാത്രിക്കാണ്. അപ്പോ ഇസ്ലാം അല്ലത്. അങ്ങനെ ആകുമ്പോ ഇസ്ലാം ആവൂലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച രാത്രിക്ക് മഹത്വം ഉണ്ടാവാം. പക്ഷേ ലൈലത്തുൽ ഖദ്റിനേക്കാൾ മഹത്വം എന്ന് പറഞ്ഞാൽ അതൊരു സമാന്തര ദീൻ ഉണ്ടാക്കലാണ്. അത് സമാന്തരമായ ഒരു ദീൻ, ഒരു മതം ഉണ്ടാക്കലാണ്. അതേപോലെ തന്നെയാണ് അത് സുന്നി അഫ്കാർ വാരികയിൽ 2002 മാർച്ച് 20 പ്രസിദ്ധീകരിച്ച സുന്നി അഫ്കാറിൽ വന്ന ഒരു പരാമർശമാണ്. നമ്മളൊക്കെ റബീഉൽ അവ്വൽ മാസത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതിന് ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചിരുന്ന ചരിത്രപരമായ പ്രാധാന്യം അതിനുണ്ട്. അനുഷ്ഠാനപരമായ ഒരു പ്രാധാന്യവും റബീഉൽ അവ്വൽ മാസത്തിനില്ല. റബീഉൽ അവ്വൽ മാസത്തിൽ ഇസ്ലാമിൽ ചില മാസങ്ങൾക്ക്, ദിവസങ്ങൾക്ക്, അതേപോലെ തന്നെ ചില രാത്രികൾക്കൊക്കെ പ്രത്യേകതയുണ്ട്. മാസങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. ഖുർആന്റെ പരാമർശത്തിൽ കാണുവാൻ സാധിക്കും, അൽ അശ്ഹുറുൽ ഹുറും, പവിത്രമായ മാസങ്ങൾ എന്ന് ഖുർആൻ പറഞ്ഞ 4 മാസങ്ങളുണ്ട്. ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബിൽ മാസങ്ങൾ 12 ആണ്. യൗമ ഖലഖസ് സമാവാതി വൽ അർള് മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസങ്ങൾ ഹുറുമാണ്, പവിത്രമായ മാസമാണ്. 4 മാസങ്ങൾ പവിത്രമായ മാസമാണ്. ഏതാണത്? ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്. ഇത് പവിത്രമായ മാസമാണ്. ഈ 4 പവിത്രമായ മാസം പറഞ്ഞ കൂട്ടത്തിൽ റബീഉൽ അവ്വൽ മാസത്തെ പറ്റി പറഞ്ഞിട്ടില്ല. ഈ 4 മാസമേ പറഞ്ഞിട്ടുള്ളൂ. അതിൽ റബീഉൽ അവ്വൽ മാസം പവിത്രമായ മാസമാണ് എന്ന് പറഞ്ഞിട്ടില്ല. റമളാൻ മാസം പരിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട മാസമാണ്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ പരാമർശിക്കപ്പെട്ട മാസമാണ് ഷഹ്റു റമളാൻ എന്ന് പറയുന്ന മാസം. ഇസ്ലാമിൽ ദീനി അടിത്തറകളുള്ള മാസം ഈ 5 എണ്ണമാണ്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്, റമളാൻ. ദീനി അടിത്തറകളുള്ള 4 മാസം, 5 മാസം, ഈ 5 മാസമാണ്. അതുകൊണ്ട് തന്നെ ബാക്കി 7 മാസത്തിലും ശരീഅത്തിന്റെ മീസാനിൽ പ്രത്യേകമായ പോരിഷകളോ മികവോ പദവികളോ ഇല്ല. ഇതൊരു അഖീദയാണ്. ഇത് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കേണ്ടതുണ്ട്. ഈ 5 മാസങ്ങൾ അപ്പൊ ബാക്കിയുള്ള 7 മാസങ്ങൾക്കും പ്രത്യേകമായ പോരിഷയില്ല, പ്രത്യേകമായ പദവിയോ സ്ഥാനമോ ഇല്ല. അതിനാൽ റബീഉൽ അവ്വൽ മാസം ഇസ്ലാമികമായ വീക്ഷണത്തിൽ അതൊരു സാധാരണ മാസമാണ്. അത് കൂടുതൽ വെളിവാകുവാൻ നമ്മുടെയൊക്കെ മുസ്ലിം സമുദായത്തിലെ ചില പള്ളികൾ അറബിയിൽ ഖുത്ബ നടത്തുന്ന പള്ളികളുണ്ട്. ഈ അറബിയിൽ ഖുത്ബ നടത്തുന്ന പള്ളികളിൽ ഒരു കാലഘട്ടം വരെ ഇപ്പോഴും അതെന്ന് നുബാത്തി ഖുത്ബ എന്ന് പറയുന്ന ഖുത്ബയാണ്. മിസ്രിലെ ഏതോ ഒരു വ്യക്തി, പ്രധാനപ്പെട്ട ഒരു വ്യക്തി അവിടെ വെച്ച് നടത്തിയ ഖുത്ബകൾ അത് പ്രിന്റഡ് ആക്കി കോപ്പി എടുത്ത് അതാണ് എല്ലാ അറബി ഖുത്ബ നടക്കുന്ന പള്ളിയിൽ വെച്ചിട്ടുണ്ടാവുക. ചില ആളുകളൊക്കെ വ്യത്യസ്തമായ ഖുത്ബകൾ അറബിയിൽ നടത്താറുണ്ട്. പക്ഷെ നല്ലൊരു ശതമാനം ആളുകളും ഈ കിതാബ് നൂർത്തി അതിങ്ങനെ വായിക്കുകയാണ് ചെയ്യുക. ഈ നുബാത്തി ഖുത്ബ ശേഖരിച്ചു വെച്ചിട്ടുള്ള ആ കിതാബിൽ എവിടെന്നാണത്? മിസ്രിലാണ്, അറബ് നാട്ടിലാണ്. ആ കിതാബിൽ ഒരൊറ്റ ഖുത്ബ റബീഉൽ അവ്വലിലെ പ്രവാചകന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരൊറ്റ ഖുത്ബ പോലും നടത്തിയിട്ടില്ല നുബാത്തി ഖുത്ബയിൽ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ?
സാധാരണ മാസം പോലെ ഒരു മാസമാണ് റബീഉൽ അവ്വൽ മാസം എന്നാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു എന്ന ആ ഖുത്ബയിൽ ഏതുണ്ട്? റബീഉൽ അവ്വൽ മാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഖുത്ബയിലുണ്ട്. ആ ഒരു ഖുത്ബയിൽ റസൂലിന്റെ വഫാത്തിനെ സംബന്ധിച്ചാണ് പറയണത്. അത് റബീഉൽ അവ്വൽ മാസത്തിലാണ് നടന്നത്, അത് ഉറപ്പാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് റബീഉൽ അവ്വൽ 12 ആണ്. അഭിപ്രായ വ്യത്യാസമുണ്ട്, തീയതിയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, ചില മാസത്തിൽ പോലും അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് പറയുന്നവരുണ്ട്. എന്നാൽ പ്രവാചകന്റെ മരണം അത് റബീഉൽ അവ്വലിലാണ് എന്നതിൽ ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ല. അതുകൊണ്ടാണ് അറബിയിൽ ഖുത്ബ നടക്കുന്ന എല്ലാ പള്ളികളിലും നുബാത്തി ഖുത്ബയാണ് നടക്കുന്നത്. ആ നുബാത്തി ഖുത്ബയിൽ ഒരൊറ്റ ഖുത്ബ പോലും പ്രവാചകന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടില്ല. ഇതൊക്കെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇസ്ലാമിൽ ചില ദിവസങ്ങൾക്ക് പ്രത്യേകതകളുണ്ട്. യൗമുൽ ജുമുഅ നല്ല പ്രത്യേകതയുള്ള ദിവസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെപ്പറ്റി പറഞ്ഞത് അഫ്ളലുൽ അയ്യാം, ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ്. ഖൈറു യൗമിൻ തലഅത് അലൈഹി ശംസ്, സൂര്യൻ ഉദിച്ച ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് യൗമുൽ ജുമുഅ എന്ന. ജുമുഅ ദിവസത്തിന്റെ പ്രാധാന്യമാണ്. ദുൽഹിജ്ജ മാസത്തിൽ പ്രധാനപ്പെട്ട ദിവസങ്ങളുണ്ട്. 9, 10, 11, 12, 13 കൃത്യമാണ്, ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതൊക്കെ പ്രധാനപ്പെട്ട ദിവസമാണ്. മുഹറം 9ഉം 10ഉം പ്രധാനപ്പെട്ട ദിവസമാണ്. ആഴ്ചയിൽ യൗമുൽ ഇസ്നൈനും യൗമുൽ ഖമീസ്, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സുന്നത്ത് നോമ്പെടുക്കുവാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. എന്നാൽ ഇസ്ലാം ഇങ്ങനെ പ്രത്യേകം പ്രധാനപ്പെട്ട ദിവസങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ റബീഉൽ അവ്വൽ 12 അങ്ങനെ ഒരു ദിവസം വന്നിട്ടേ ഇല്ല. അപ്പൊ പിന്നെ ഇത് എവിടെ നിന്നാണ് ഇങ്ങനെ ഈ ഒരു പരിപാടി തുടങ്ങിയത്? നബിദിനാഘോഷം എന്ന് പറയുന്നത് ശുദ്ധ ബിദ്അത്താണ്. എന്തുകൊണ്ടാണ് ഇത് ബിദ്അത്ത് എന്ന് പറയുന്നത്? ഇതൊരു ശരിക്കും ഒരു അനാചാരമാണ്. എന്തുകൊണ്ടാണ് നബിദിനാഘോഷത്തെ നാം അനാചാരം എന്ന് പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിനെ നമുക്ക് പൂർത്തീകരിച്ച് തന്നിട്ടുണ്ട്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിനെ ഈ ഉമ്മത്തിന് പൂർത്തീകരിച്ചു കൊടുത്തിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കാലത്ത് അവതരിച്ച ആയത്താണ് ഈ ആയത്ത്. അവസാന കാലത്ത് അവതരിച്ച ആയത്താണ് ഈ ആയത്ത്. ഈ ആയത്തിന് ശേഷം ഏതാനും ചില ആയത്തുകൾ കൂടി ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ പുതിയ പുതിയ വിധികളുള്ള ആയത്തുകൾ ഇറങ്ങിയിട്ടില്ല. വിധികളോടുകൂടി അവസാനം ഈ ആയത്തിന് ശേഷം പിന്നെ വിധികളുള്ള ആയത്തുകളൊന്നും ഇറങ്ങിയിട്ടില്ല എന്നാണ്. അതുകൊണ്ട് ഈ ദീനിൽ ഇനി കൂട്ടാനും വേണ്ടതില്ല, പോവേണ്ടതില്ല, കുറയ്ക്കാനും പോവേണ്ടതില്ല. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നത്തെ ദിവസത്തോടുകൂടി ഈ ദീനിനെ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. ഇനി ഈ ദീനിൽ കൂട്ടേണ്ട ആവശ്യമില്ല, ഈ ദീനിൽ കുറയ്ക്കേണ്ട ആവശ്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, ലൈസ മിൻ അമലിൻ യുഖർരിബു ഇലൽ ജന്ന ഇല്ലാ ഖദ് അമർതുകും ബിഹി വലാ അമലിൻ യുഖർരിബു ഇലൻ നാർ ഇല്ലാ ഖദ് നഹൈതുകും അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു പ്രവൃത്തിയും ഞാൻ നിങ്ങൾക്ക് കൽപ്പിക്കാതെ പോയിട്ടില്ല. ഏതെല്ലാം പ്രവൃത്തികൾ സ്വർഗത്തിലേക്കുണ്ടോ അതൊക്കെ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, വീണ്ടും പറയുന്നു, വലാ അമലിൻ യുഖർരിബു ഇലൻ നാർ ഫലാ ഇല്ലാ ഖദ് നഹൈതുകും അൻ. ഞാൻ നിങ്ങൾ നരകത്തിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ കാര്യവും അത് ഞാൻ നിങ്ങൾക്ക് വിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. വിരോധിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ദുനിയാവിൽ നിന്ന് പോയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നബിദിനം എന്ന് പറയുന്ന, റബീഉൽ അവ്വൽ എന്ന് പറയുന്ന ഇങ്ങനെ ഒരു പരിപാടി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, മനി ബിതദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ യറാഹ ഹസന. ഇസ്ലാമിൽ ഏതെങ്കിലും ഒരു ചങ്ങാതി ബിദ്അത്തായ ഒരു കാര്യം ചെയ്തിട്ട് അത് നല്ല കാര്യമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ദൗത്യത്തിൽ വഞ്ചന കാണിച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പോ നബിദിനത്തെ പറ്റിയിട്ട് പറയാണ്, അത് നല്ല കാര്യമല്ലേ, ഭക്ഷണം കൊടുക്കുന്ന കാര്യമല്ലേ, സലാത്ത് ചെല്ലുന്ന കാര്യമല്ലേ, ഇങ്ങനെയൊക്കെ ഒരാൾ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ?
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ദൗത്യത്തിൽ വഞ്ചന കാണിച്ചിരിക്കുന്നു എന്നാണ്. കാരണം എന്താ? നല്ല കാര്യമൊക്കെ അള്ളാഹിന്റെ റസൂൽ മരിക്കുന്നതിന് മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട്. സ്വർഗത്തിലേക്ക് എത്തുന്ന കാര്യങ്ങൾ, നരകത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങൾ, അതും അള്ളാഹിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അള്ളാഹ് ഒന്നും വിട്ടുപോയിട്ടില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെയ്യുന്ന ധിക്കാരമാണത്. അതുകൊണ്ട് ബിദ്അത്തുകൾ ഒഴിവാക്കിയേ മതിയാകൂ. ഈ ആയത്തിൽ 5 കാര്യങ്ങൾ വളരെ വ്യക്തമായി ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഉലമാക്കൾ പറയുന്നത് കാണുവാൻ സാധിക്കും. അതിൽ ഒന്ന്, ദീനുൽ ഇസ്ലാമിന്റെ പൂർത്തീകരണത്തിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായത്. എല്ലാം പൂർത്തീകരിച്ചത് അള്ളാഹുവിന്റെ റസൂൽ മരിച്ചത്. 2, ദീനുൽ ഇസ്ലാമിൽ ഇനി എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ എടുത്തു മാറ്റുകയോ ചെയ്യേണ്ടതില്ല. 3, അള്ളാഹുവിൽ നിന്നും ലഭിച്ചിട്ടുള്ള എല്ലാ സന്ദേശങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്തിന് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. 4, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് എന്തെല്ലാം ദീനാണോ അതെല്ലാം ഇന്നും ദീനാണ്. നല്ലോണം ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് എന്തെല്ലാം ദീനാണോ അതെല്ലാം ഇന്നും ദീനാണ്. ഒപ്പം തന്നെ ഏതെല്ലാം ദീൻ അല്ലയോ അതെല്ലാം ഇന്നും ദീനല്ല. എത്ര കൃത്യമാണ് ആയത്തിന്റെ വിശദീകരണം പണ്ഡിതന്മാർ പറയുന്നത്. 5-ാമത്തെ പോയിന്റ്, ദീനിലേക്ക് എന്തെങ്കിലും പുതുതായി കൂട്ടിച്ചേർത്ത് അത് നല്ലതാണെന്ന് വാദിക്കുന്ന പക്ഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ദൗത്യ നിർവഹണത്തിൽ വഞ്ചന കാണിച്ചുവെന്നാണ് അവൻ പറയാതെ പറയുന്നത്. ഈ കാര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നില്ലല്ലോ എന്നാണ് ആ പറച്ചിലിന്റെ അർത്ഥത. ഇത്രയും നല്ലൊരു കാര്യമാണെങ്കിൽ അള്ളാഹിന്റെ റസൂല് മദീന കാലഘട്ടത്തിലൊക്കെ പറഞ്ഞു തരേണ്ടതല്ലേ? നമുക്ക് തോന്നിപ്പോലെ അള്ളാഹിന്റെ റസൂല് പറഞ്ഞു തന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഈ അടിസ്ഥാന തത്വങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കണം റബീഉൽ അവ്വലിലെ ആഘോഷ പരിപാടികളുടെ ഇസ്ലാമികമായ മാനം ഞാനും നിങ്ങളുമൊക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇസ്ലാമിൽ 2 ആഘോഷങ്ങളേ ഉള്ളൂ. 3-ാമത്തെ ഒന്ന് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ 13 വർഷം ജീവിച്ചു, മദീനയിൽ 10 വർഷം ജീവിച്ചു. ഈ കാലയളവിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ ജന്മദിനത്തിൽ പ്രത്യേകമായി എന്തെങ്കിലും ചെയ്യണമെന്ന് സഹാബികളോട് പറഞ്ഞിട്ടില്ല. സഹാബികൾ ഒരാളും ചെയ്തിട്ടില്ല. സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട 10 സഹാബികളുണ്ട്. ആ സഹാബിമാർ ഒരാളും അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല, പ്രത്യേകമായ കർമ്മങ്ങൾ ചെയ്തിട്ടില്ല, അനുഷ്ഠാനങ്ങൾ ചെയ്തിട്ടില്ല. സഹാബികൾ ആരും ചെയ്തിട്ടില്ല, ഖലീഫമാർ ആരും ചെയ്തിട്ടില്ല, കൽപ്പിച്ചിട്ടുമില്ല. പിന്നെ എന്തുകൊണ്ട്? എന്നാ അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് സംഗതികൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് സംഗതികൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് പഠിപ്പിച്ചിട്ടുണ്ട്. വലത് കൈ കൊണ്ട് കഴിക്കണം, വാരി വലിച്ച് തിന്നാൻ പാടില്ല, വെള്ളം കുടിക്കുമ്പോൾ 3 പ്രാവശ്യമായി ഇറക്കി കുടിക്കണം, ഭക്ഷണം കഴിക്കുമ്പോൾ പ്ലേറ്റിന്റെ മുൻഭാഗത്ത് നിന്നാണ് എടുക്കേണ്ടത്, എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. കക്കൂസിൽ പോകുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ, കയറുമ്പോൾ ഇടതുകാൽ വെച്ച് കയറുക, പ്രാർത്ഥിക്കുക, ഇറങ്ങുമ്പോൾ വലത് കാൽ വെച്ചുകൊണ്ട് ഇറങ്ങുക, പ്രാർത്ഥിക്കുക, കിബിലയ്ക്ക് മുന്നിട്ട് ഇരിക്കാൻ പാടില്ല, വീടുണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇങ്ങനെ എല്ലാ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഉപചാര മര്യാദകൾ, സലാം പറയുന്നതിന്റെ മര്യാദ പഠിപ്പിച്ചിട്ടുണ്ട്. സുന്നത്ത് നമസ്കാരങ്ങൾ, ദിക്റുകൾ ചൊല്ലാൻ പഠിപ്പിച്ചിട്ടുണ്ട്, സ്വലാത്ത് ചൊല്ലാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട ഒരൊറ്റ സംഗതി പഠിപ്പിച്ചില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച 2 ആഘോഷങ്ങളുണ്ട്. ആ 2 ആഘോഷങ്ങളിൽ പാലിക്കേണ്ട മര്യാദ പഠിപ്പിച്ചിട്ടുണ്ട്. 2 ആഘോഷങ്ങളിൽ ആദാബുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. തക്ബീർ ചൊല്ലണം, പെരുന്നാൾ ദിവസം പ്രത്യേകം കുളിക്കണം, പുതിയ വസ്ത്രം ധരിക്കണം, അത്തർ പൂശണം, അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ്, ചെറിയ പെരുന്നാളാണെങ്കിൽ പുറപ്പെടുന്നതിന് മുമ്പ് വെട്ടിക്കണം, അതേപോലെ തന്നെ തക്ബീർ ഉറക്കെ ചൊല്ലണം, ഒരു വഴിയിലൂടെ പോവുക, വേറെ വഴിയിലൂടെ മടങ്ങി വരിക, അതേപോലെ തന്നെ ഈദ്ഗാഹിൽ പോയിട്ട് നമസ്കരിക്കുക, കുട്ടികളും അതേപോലെ വീട്ടിലെ നാൽക്കാലികളെയും എല്ലാവരെയും കൂടെ കൂട്ടുക. ഇതൊക്കെ 2 പെരുന്നാളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആദാബുകൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നബിദിനത്തിന്റെ ആദാബുകൾ അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല. എന്താ കാരണം? അങ്ങനെ ഒരു സംഭവം ഇല്ല ഇസ്ലാമിൽ. വ്യക്തിപൂജ ഇസ്ലാമിലില്ല. അത് ഇതര മതങ്ങളിലാണ് വ്യക്തിപൂജയുള്ളത്. വ്യക്തിയെ ഉയർത്തി കൊണ്ടുപോകുന്നത് ഇതര മതങ്ങളിലാണുള്ളത്, ഇസ്ലാമിലില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞത്,
നിങ്ങൾ എന്നെ പാടി പാടി പുകഴ്ത്തരുത്. നസാറാക്കളും അഹ്ലി കിതാബുകാരും ഒക്കെ ചെയ്തതുപോലെ നിങ്ങൾ എന്നെ പാടി പാടി പുകഴ്ത്തരുത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പരിപാടി എപ്പോഴാ പിന്നെ തുടങ്ങിയത്? അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കണം. എപ്പോഴാണ് ഈ നബിദിന പരിപാടി തുടങ്ങിയത്? ചരിത്രത്തിൽ കാണുവാൻ ഇമാം സഹാബി എന്ന് പറയുന്ന വലിയ മഹാനായ പണ്ഡിതൻ പറയുകയാണ്, ഇന്ന അമലൽ മൗലിദി ഹദസ ബഅദ ഖുറൂനി സലാസ. 3 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഈ പരിപാടി തുടങ്ങിയത്. 3 നൂറ്റാണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മരിച്ചിട്ട് 3 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് ഈ പരിപാടി തുടങ്ങിയത് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. വഖദ് സുഇല ശൈഖുൽ ഇസ്ലാം ഇബ്നു ഹജർ ചോദിക്കപ്പെട്ടു അൻ അമലിൽ മൗലിദ്, പ്രവാചകന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾ കാട്ടിക്കൂട്ടുന്ന പരിപാടിയെ സംബന്ധിച്ച് ബുഖാരിയുടെ ശറഹ് എഴുതിയ ഇമാം ഇബ്നു ഹജർ അസ്കലാനി ചോദിക്കപ്പെട്ടു, ഈ പ്രവൃത്തിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ എന്ന് ചോദിച്ചപ്പോ ഫഅജാബ ബിമാ നസ്സഹു അസ്ലു അമലിൽ മൗലിദി ബിദ്അത്തുൻ, ഇത് ശരിക്കും ബിദ്അത്താണ്. ലം തുൻഖൽ അൻ അഹദിൻ മിനസ് സലഫി സ്വാലിഹി മിനൽ ഖുറൂനി സലാസ, ആദ്യ 3 നൂറ്റാണ്ടിലെ സലഫു സാലിഹീങ്ങളുടെ അവരിൽ നിന്ന് ഇങ്ങനൊരു സംഭവം രേഖപ്പെടുത്തപ്പെട്ടിട്ടേ ഇല്ല. അപ്പൊ പിന്നെ ഇത് എപ്പോഴാണ് തുടങ്ങിയത്? ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇത് പിന്നെ എപ്പോഴാണ് തുടങ്ങിയത്? മുലഫർ രാജാവ് എന്ന് പറയുന്ന ഒരു ചങ്ങാതി ഈജിപ്തിലുണ്ടായിരുന്നു, മിസ്റിലുണ്ടായിരുന്നു. അത് ഷിഈ ഭരണകൂടമാണ്. ഈജിപ്ത് ഭരിച്ചിരുന്നത് ഫാത്തിമി ഭരണകൂടമാണ് ഈജിപ്തിനെ ഭരിച്ചത്. ഈ ഷിയാക്കൾ എന്ന് പറയുന്നത് ഇസ്ലാമിലെ എല്ലാ അന്ധവിശ്വാസവും ഖുറാഫാത്തും ബിദ്അത്തും ഒക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന ഒരു ടീമാണ് ഈ ഷിയാക്കൾ എന്ന് പറയുന്നത്. പച്ചപ്പുതപ്പ്, പച്ചക്കുബ്ബ, ഇസ്തിഗാസ, അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക. ആരാ ആദ്യം കൊണ്ടുവന്നത്? ഷിയാക്കളാ കൊണ്ടുവന്നത്. ഉറൂസ്, മുമ്പ് ഞാൻ പറയലുണ്ട്, ഉറൂസ് എന്ന പദം അല്ലെ, ഉറൂസുകൾ എന്ന് പറയുന്നത് സാർ ഉപയോഗിക്കില്ല. ഉറൂസ് ഏതാ ഈ പദം? ഫാരിസി പദമാണ്, പേർഷ്യൻ പദമാണ് ഉറൂസ്. അപ്പൊ കേരളത്തിൽ ഷിയാക്കൾ വഴി ഇസ്ലാമിന് പ്രചാരം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ബാങ്ക് കൊടുക്കുക നമ്മൾ പറയുന്നത്. ശരിക്കും ബാങ്ക് എന്നുള്ള ഏതാ പദം? മലയാള പദമല്ല. ബാങ്ക് എന്നുള്ള പദം അറബി പദമല്ല. അറബിയിൽ എന്താ പറയാ? അൽ അദാൻ എന്നാ പറയാ. ഇപ്പൊ ബാങ്ക് കൊടുക്കുക, ഇതെങ്ങനെ ഈ പദം വന്നത്? ബാങ്കെ ദറ. അല്ലാമ ഇക്ബാലിന്റെ ഒരു കവിതാ സമാഹാരമുണ്ട്, ബാങ്കെ ദറ. അതിൽ ബാങ്ക് എന്ന് പറയുന്ന വിളി എന്നർത്ഥം ഫാരിസി പദത്തിൽ. അപ്പൊ ഷിയാക്കൾ വഴി കേരളത്തിൽ ഇസ്ലാം വന്നിട്ടുണ്ട്. അല്ലല്ലാത്ത കബറിൽ കിടക്കുന്ന ആളുകളോട് പോയിട്ട് പ്രാർത്ഥിക്കുന്ന സംസ്കാരം ഇസ്ലാമിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഷിയാക്കളാണ്. ഈ ഷിയാക്കൾ ചെയ്യുന്ന എല്ലാ പണിയുമാണ് ദൗർഭാഗ്യവശാൽ ഇന്ത്യയിലെ നല്ലൊരു ശതമാനം ആളുകളും മുസ്ലിം സമുദായത്തിലെ ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇവിടെയാണ് ഈ വ്യക്തി പൂജ, വ്യക്തിയുടെ പേരിലുള്ള ജന്മദിനാഘോഷങ്ങൾ, ഇതെല്ലാം ഇതര മതവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ചില രീതികളാണ്. ഇസ്ലാമിൽ അതിന് യാതൊരു പ്രാധാന്യവുമില്ല എന്ന് ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വായിക്കാനും പഠിക്കാനും സ്വലാത്ത് ചെല്ലാനും പ്രകീർത്തിക്കുവാനും ഒക്കെ കൂടുതൽ സമയം കണ്ടെത്തുക. പ്രവാചകന്റെ നല്ല നല്ല വശങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. അതിനപ്പുറം മറ്റൊന്നും ഇസ്ലാം അനുവദിച്ചിട്ടില്ല. നമ്മുടെ ജനങ്ങളുടെ വിശ്വാസം തന്നെ അങ്ങനെയാണ്. മൗലൂദ് നടത്തുമ്പോൾ, പ്രത്യേകമായി റബീഉൽ അവ്വൽ മൗലൂദ് നടത്തുമ്പോൾ പ്രവാചകൻ ആ സദസ്സിൽ വരുന്നതാണ്. പ്രവാചകൻ ആ സദസ്സിൽ വരും. ഒന്ന് ആലോചിച്ച് നോക്കി ആ വിശ്വാസം. ഇത് കെട്ട വിശ്വാസമാണ്. ഇത് ഇസ്ലാമിക വിശ്വാസമല്ല ഇത്. അതുകൊണ്ട് ഇത് നാം ഗൗരവപൂർവ്വം മനസ്സിലാക്കണം. ചില പണ്ഡിതന്മാർ, ഇമാം ഷാത്തബി എന്ന് പറയുന്ന വലിയ അഹ്ലുസുന്നയുടെ വലിയ പണ്ഡിതനാണ്, ആ പണ്ഡിതന്റെ വർത്തമാനമുണ്ട്, ഇത് ശുദ്ധമായ ബിദ്അത്താണ്. എത്രത്തോളം എന്ന് വെച്ചാൽ അദ്ദേഹം പറയാണ്, ഫൽ ഇൻഫാഖു അലാ ഇഖാമത്തിൽ ബിദ്അത്തി ലാ യജൂസ്. ഇത്തരം ബിദ്അത്തുകൾക്ക് ഒരു വ്യക്തി സാമ്പത്തികമായ സഹായം നൽകുന്നത് പോലും നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നാണ്. ആരാണ് ഇമാം ഷാത്തബി? മാലിക്കി മദ്ഹബിന്റെ അഗ്രഗണ്യനായ പണ്ഡിതനാണ്. അഹ്ലുസുന്ന വൽ ജമാഅത്തിലെ എല്ലാവരും അംഗീകരിക്കുന്ന ഫിഖ്ഹുൽ മഖാസിദിന്റെ പണ്ഡിതനാണ്. ആ പണ്ഡിതനാണ് പറയുന്നത്, ഫൽ ഇൻഫാഖു അലാ ഇഖാമത്തിൽ ബിദ്അത്തി ലാ യജൂസ് വൽ വസിയ്യതു ബിഹി ഗൈറു നാഫിദിൻ. ഏതെങ്കിലും ഒരു ചങ്ങാതി എന്റെ സമ്പത്തിൽ നിന്ന് ഇത്ര പൈസ ബിദ്അത്തുകളായ സംഗതികൾക്ക് കൊടുക്കണമെന്ന് വസിയത്ത് എഴുതി വെച്ചാൽ ആ വസിയത്ത് നടപ്പിലാക്കാൻ പോലും പാടില്ല എന്നാ ഇമാം ഷാത്തബി എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഗൗരവമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാവണം. തള്ളേണ്ടത് തള്ളണം, ബിദ്അത്തായി ബിദ്അത്ത എന്ന് തന്നെ പറയണം. അതിനോട് ശക്തമായ അമർഷം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ബിദ്അത്തുകളിൽ നിന്നും
സുരക്ഷിതമായി സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന നല്ല മുത്തഖിങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ യാ അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എല്ലാവരെയും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ആരോഗ്യവും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട തോണിപ്പാടം കബീർ സാഹിബ്, അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ വേണ്ടിയൊക്കെ ചില ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രയാസം അനുഭവിക്കുന്ന, സാമ്പത്തികമായ പ്രയാസം അനുഭവിക്കുന്ന, മക്കളുടെ കാര്യത്തിൽ പ്രയാസം അനുഭവിക്കുന്ന, രക്ഷിതാക്കളുടെ കാര്യത്തിൽ പ്രയാസം അനുഭവിക്കുന്ന മക്കൾ, ഇങ്ങനെ പല സ്വഭാവത്തിലാണ് ആളുകളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും പ്രയാസങ്ങൾ ദൂരീകരിച്ചു തരുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم يا حي يا قيوم انصر المسلمين في غزة يا الله واشف مرضاهم وجرحاهم يا الله. اللهم يا حي يا قيوم حرر المسجد الأقصى من أيدي اليهود الفاشيين. اللهم يا حي يا قيوم دمر اليهود الفاشيين الصهيونيين يا الله. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.